ഗാസയിൽ ഇസ്രായേൽ വമ്പൻ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും അതൊന്നും തന്നെ മുൻഗണനയിലെടുക്കാതെ പരിഗണിക്കാതെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബന്ദികളുടെ പട്ടിക എന്തുകൊണ്ടാണ് ഹമാസ് തരാത്തത് എന്നുള്ള ചോദ്യത്തിനാണ് ഇനി വെടിനിർത്തൽ കരാറിൽ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ കഴിയുന്തോറും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഗാസയിൽ നടന്നു വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പുറത്തു വരുന്നു. അതേസമയം ഇസ്രായേലിൽ നിന്ന് വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിൽ ഇസ്രായേലിലും വലിയ രീതിയിലുള്ള അമർഷം പുകയുന്നുണ്ട്. ഇപ്പോൾ വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള ഒത്സമ യഹൂദിറ്റ് നെതന്യാഹു സർക്കാർ വിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തന്റെ പാർട്ടിയുടെ ക്യാബിനറ്റ് മന്ത്രിമാർ രാജി സമർപ്പിച്ചതായിട്ടാണ് ഈ പാർട്ടിയുടെ നേതാവും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാഗ്വിൻ ബെൻ ഗ്വേർ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ജൂത പാർട്ടിയായ ഒത്സമ യഹൂദത്തിന്റെ വേർപിരിയൽ നെതന്യാഹുവിന്റെ സർക്കാരിനെ ബാധിക്കില്ല എന്നാണ് അവിടെയുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സഖ്യം തകർക്കുകയോ വെടിനിർത്തൽ കരാറിനെ ബാധിക്കുകയോ ചെയ്യുന്നില്ല. എന്നാലും ബെൻ ഗ്വിർ പിന്മാറിയതോടുകൂടി സഖ്യം അസ്ഥിരമായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ധാരണ ഇന്ന് രാവിലെയായിരുന്നു നിലവിൽ വരേണ്ടത്. ഇന്ന് രാവിലെ 8:30 നിലവിൽ വരണമായിരുന്നു. എന്നാൽ ഹമാസ് ഇസ്രായേൽ ബന്ദികളുടെ ലിസ്റ്റ് കൈമാറാമെന്ന് പറഞ്ഞിരുന്നു. അത് കൈമാറാത്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ വലിയ രീതിയിൽ പ്രകോപിതരായി വീണ്ടും ഗാസയിലേക്ക് വ്യോമാക്രമണം നടത്തുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ സഖ്യകക്ഷിയായ വലതുപക്ഷ പാർട്ടിയായ ഒത്സമ യഹൂദിത്ത് വലിയ രീതിയിലുള്ള എതിർപ്പും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ കൂടെ ഒന്ന് തണുപ്പിക്കാനാണ് വ്യോമാക്രമണം നടത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. കരാർ വളരെ തിടുക്കത്തിലായി പോയി എന്നാണ് ബെൻ ഗ്വിർ പറയുന്നത്. ഈ കരാർ തിടുക്കത്തിൽ ഉണ്ടാക്കുകയാണെന്ന് അദ്ദേഹം എക്സിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കൊല്ലപ്പെട്ട 100 കണക്കിന് ഭീകരരുടെ മോചനം, ഗാസ മുനമ്പിൽ നിന്ന് ഭീകരരെ പിൻവലിക്കൽ, ഫിലാഡൽഫിയയിൽ നിന്ന് പിൻവാങ്ങൽ, പോരാട്ടം അവസാനിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കരാർ യുദ്ധത്തിന്റെ എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കണം എന്നാണ് ബെൻ ഗ്വിറിന്റെ ഇപ്പോഴുള്ള നിലപാട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന കരാർ എന്ത് തരത്തിലുള്ള കരാറാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഹമാസിനെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 ആഴ്ചത്തെ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം ഞായറാഴ്ച രാവിലെ 8:30 മുതൽ പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നതായിരുന്നു. മോചിപ്പിക്കപ്പെടേണ്ട ബന്ദികളുടെ ലിസ്റ്റ് ലഭിക്കാത്തതിനാൽ ചർച്ചകൾ ആരംഭിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം തുടർന്നു. ഇവിടെ ഇസ്രായേൽ ടാങ്ക് ബോംബുകൾ കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 6 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരുമ്പോൾ ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കേണ്ടി വന്നു. പകരമായി 700 ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഗസയ്ക്കുള്ളിൽ സൈന്യം ഇപ്പോഴും ആക്രമണം നടത്തുന്നുണ്ടെന്നും ഹമാസ് കരാർ പാലിക്കുന്നത് വരെ തുടരണമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞിരുന്നു. ഹമാസ് കാരണമാണ് വെടിനിർത്തൽ ആരംഭിക്കുന്നത് വൈകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഹമാസ് എത്രയും വേഗം ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ആ പട്ടിക പുറത്തുവിടണം എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.